ദൈവമക്കളെ, പൗലോസ്ലീഹയെ അടക്കം ചെയ്ത സ്ഥലത്തേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ സ്ഥലം നിങ്ങളെ കാണിച്ചു തരാം. ഇവിടെ ഒത്തിരി ശബ്ദത്തിൽ സംസാരിക്കാൻ പാടില്ല. ഇവിടെ ഒത്തിരി പേര് വരുന്നൊരു സ്ഥലമാണ്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം അവരെത്ര മനോഹരമായിട്ടാണ് ഈ സ്ഥലം സൂക്ഷിച്ചിരിക്കുന്നതെന്ന് നമുക്ക് കാണാം. കണ്ടോ, ഒരു എന്താ പറയുക, ഒരു രാജകൊട്ടാരത്തിലേക്ക് പ്രവേശിക്കുന്ന ഫീലിംഗ് ആണ് നമുക്കിവിടെ ഉള്ളത്. ഇത് കണ്ടോ, എത്ര മനോഹരമായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് നോക്കുക. ഈ ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത ഈ ഒരു ഇതിലൊക്കെ എങ്ങനെയാണ് ഇത്രയും വർക്കുകളൊക്കെ ഇവർക്ക് ചെയ്യാൻ സാധിച്ചേക്കുക എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. നമുക്ക് കണ്ടോ, എത്ര കൃത്യമായിട്ടാണ് ഇതിൻ്റെ അകത്ത് ഓരോ കൊത്തുപണികൾ ചെയ്തിരിക്കുന്നതെന്ന് നോക്കുക. ഒരു രാജകൊട്ടാരം എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ ഒരു അനുഭവമാണിത്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ ഡെഡ് ബോഡി അടക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് പോവാം. ഇത് കണ്ടോ, ഈ വീഡിയോയിൽ കാണുന്ന പോലെ അല്ല ഈ തൂണിൻ്റെ വലിപ്പം കേട്ടോ. ഇത് ഭയങ്കര വലിപ്പമുള്ള തൂണുകളാണ്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തെ അടക്കം ചെയ്തിരിക്കുന്ന സ്ഥലത്തേക്ക് പോവാം. ആണ് പൗലോസ്ലീഹയെ അടക്കം ചെയ്തിരിക്കുന്ന സ്ഥലം. നമ്മളതിനടുത്തേക്ക് ചെല്ലുകയാണ്. കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. ഇതാണ് അദ്ദേഹത്തെ അടക്കം ചെയ്തിരിക്കുന്ന സ്ഥലം. കൃത്യമായി പറഞ്ഞാൽ ഇവിടെയാണ് അദ്ദേഹത്തെ അടക്കം ചെയ്തിരിക്കുന്ന സ്ഥലം. നമുക്ക് കാണാൻ സാധിക്കും അദ്ദേഹത്തിൻ്റെ കല്ലറ. കണ്ടോ, ഇവിടെയാണ് അദ്ദേഹത്തെ അടക്കം ചെയ്തിരിക്കുന്നത്. ഈ സ്ഥലങ്ങളൊക്കെ കണ്ട് ഇതൊക്കെ ചെയ്തിരിക്കുന്ന കണ്ട അത്ഭുതം തോന്നുകയാണ്. ഇതിൻ്റെയൊക്കെ ആ വർക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചേ, കണ്ടോ.